ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണിയെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ മഞ്ജു കമലേശ്വരത്ത് എത്തുന്നു. മഞ്ജുവിനെ കാണുന്നതും ദുർഗയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ കണ്ണേട്ടനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയല്ലേ എന്ന് മഞ്ജു പൊട്ടിത്തെറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, എനിക്ക് അതിലൊരു മനസ്സറിവില്ല, ഉണ്ണിയാണ് എല്ലാം ചെയ്തത് എന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. കണ്ണേട്ടന് നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വിഷമൊന്നും ചേർത്തില്ല, പക്ഷേ എല്ലാവരും ചേർന്ന് മറ്റൊരു രീതിയിൽ കണ്ണേട്ടനെ ഇല്ലാതാക്കാൻ നോക്കി എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, കണ്ണൻ മോന് എൻ്റെ ന്യായം മനസ്സിലായിട്ടുണ്ട് എന്ന് ദുർഗ പറയുന്നതും, കണ്ണേട്ടനും ഏട്ടത്തെയൊക്കെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതൊക്കെ അവർ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, എല്ലാം നിങ്ങളുടെ അഭിനയം മാത്രമാണ്. വയസ്സുകാലത്ത് സ്വന്തം മോൻ തിരിഞ്ഞു നോക്കില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണേട്ടൻ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുകയെ മാർഗ്ഗമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ എങ്ങനെ സ്നേഹം അഭിനയിച്ച് തകർക്കുന്നത് എന്നെല്ലാം മഞ്ജു വീണ്ടും ദുർഗയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു. തുടർന്ന്, നിങ്ങളുടെ മോൻ എവിടെ? അവൻ്റെ ഒരു കാല് മാർക്കോ തല്ലി ഒടിച്ചില്ലേ? ഇനി കണ്ണേട്ടനോ ഏട്ടത്തേക്കോ അവരുടെ കുഞ്ഞിനോ എതിരായിട്ട് നിങ്ങളുടെ മകൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കാലല്ല, അവൻ്റെ കഴുത്ത് തന്നെ മാർക്കോ വെട്ടിക്കളയുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് മഞ്ജു ഉണ്ണിയെ കാണാനായിട്ട് ചെല്ലുന്നു. ഉണ്ണിയെ കാണുമ്പോൾ തന്നെ തനിക്ക് എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണെങ്കിലും ഇനി തന്നെ ഞാൻ ഏട്ടൻ എന്നൊന്നും വിളിക്കില്ല എന്നും, തുടർന്ന് എൻ്റെ കണ്ണേട്ടനെ താൻ കൊല്ലാൻ നോക്കിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് തൻ്റെ മനസ്സിൽ തോന്നുന്നത് മുഴുവൻ ഉണ്ണിയുടെ നേരെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്തിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കി സുഖമായിട്ട് ജീവിക്കാമെന്നാണോ താൻ കരുതിയത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പ്രതാപനും വാമനും ചേർന്ന് നടത്തിയ കൊലപാതകം വെളിച്ചെത്തു വന്നു. അപ്പോൾ കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മാർക്കോയും ലോപ്പസും എന്ന് തന്നെ നരകം കാണിക്കുമായിരുന്നു. ഇപ്പോൾ തൻ്റെ കാല് തല്ലി ഒടിച്ചപ്പോൾ താൻ വേദന കൊണ്ട് പൊളഞ്ഞില്ലേ, അതൊരു സൂചന മാത്രമാണെന്നും, ഇനി കണ്ണേട്ടനെതിരെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഘനെ പോലെ കിടപ്പ് തനിക്കും കിടക്കേണ്ടി വരുമെന്നും, പുഴുത്ത് ചാവുണ്ടെങ്കിൽ ഇനിയെങ്കിലും നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കുകയെന്നെല്ലാം മഞ്ജു കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക്. ഇതേ സമയത്താണ് കരുണ തിരികെ എത്തുന്നതും കരുണയെ കാണുന്നതും. നീ എന്തിനാ തിരികെ വന്നതെന്ന് ദുർഗ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ, ഉണ്ണിയേട്ടൻ ചെയ്തതിനൊക്കെ സാക്ഷിയായി നിന്നു അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അമ്മേ, പിന്നെ അയാൾ എൻ്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നതൊക്കെ അനുസരിച്ചല്ലേ നിവർത്തിയുള്ളൂ എന്നെല്ലാം കരുണ പറയുമ്പോൾ, എനിക്കൊന്നും കേൾക്കണ്ട, നീ അവനെയും വിളിച്ചുകൊണ്ട് എവിടേക്കാന്ന് വെച്ചോ പോക്കോ, എൻ്റെ മോള് വന്നിട്ടുണ്ട്, അവൾ പോലും എൻ്റെ ആത്മാർത്ഥത തിരിച്ചറിയുന്നില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ കരുണയോടെ. ഇതേ സമയം മഞ്ജു താഴേക്ക് ഇറങ്ങി വരുന്നു. മഞ്ജുവിനാണെങ്കിൽ കരുണയെ കണ്ട് ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന്, നിങ്ങളിവളെ വിളിച്ചു വരുത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഞാൻ ഇവളെ ഇവിടെ നിന്ന് തല്ലി ഇറക്കുകയാണ് ചെയ്തത്, ഞാൻ തല്ലിയതിൻ്റെ പാട് പോലും ഇവളുടെ കരണത്തുണ്ടെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. അമ്മ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി ഇവളെ വീട്ടിൽ കയറ്റി പോകരുതെന്നും പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇതേ സമയത്താണ് കണ്ണൻ വരുന്നത്. കണ്ണേട്ടനോട് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന രാക്ഷസനും ഇവളും കൂടി ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു, ഒരു കാരണവശാലും ഇവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് മഞ്ജു പറയുമ്പോൾ തന്നെ, ഇനി മഞ്ജു പറയുന്നത് കേട്ട് കണ്ണൻ തന്നെ ഇനി അവിടെ നിന്നും ആട്ടിയിറക്കുമോ എന്ന് പേടിച്ച് കരുണ തൻ്റെ കണ്ണീർ നാടകം പുറത്തെടുക്കുന്നു. കരുണ കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കാലിൽ വീഴാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്നും എന്നെ ഇറക്കി വിടരുത് കണ്ണേട്ടാ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടരുത്, ചെയ്ത തെറ്റുകളുടെ ആഴം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ഉണ്ടാവില്ല, ഇപ്പം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ കുഞ്ഞാണെന്നെല്ലാം കരുണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ കണ്ണൻ്റെ മനസ്സ് അലിഞ്ഞു പോവാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തൽക്കാലം നിനക്കിവിടെ താമസിക്കാമെന്നും, പക്ഷേ അവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും കണ്ണൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എൻ്റെ ചിലവിൽ സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നും അവൻ കരുതണ്ട, അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്നും കണ്ണൻ പറയുമ്പോൾ, ഇവളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കണ്ണേട്ടാ, നമ്മളൊരു സിമ്പതി കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവളൊക്കെ നമ്മളെ കൊല്ലാനുള്ള അടുത്ത വഴി നോക്കുകയെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, ഒരു ചാൻസ് കൂടി ഞാൻ ഇവൾക്ക് നൽകുകയാണെന്നും, അത് ഇവളെ ഓർത്തിട്ടൊന്നുമല്ല, ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം, ഇനിയും നിനക്ക് നന്നാവാനായിട്ട് ഉദ്ദേശം ഇല്ലെങ്കിൽ നിന്റെ ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് കാണിക്കുന്നത് കരുണ ഉണ്ണിയുടെ മുറിയിലെത്തുന്നു. കരുണയെ കാണുന്നതും, നീ വന്നോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഞാൻ എൻ്റെ മുത്തശ്ശിയെ കാണാൻ ഇവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ എൻ്റെ കരണത്ത് തല്ലി, ഇപ്പോൾ മഞ്ജുവിൽ നിന്നും എനിക്ക് കിട്ടി, എല്ലാവരും ചേർന്ന് എന്നെ ഇപ്പോൾ ചവിച്ച് മിതിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഞാൻ തിരികെ വന്നിരിക്കുന്നതെന്ന് കരുണ പറയുമ്പോൾ, നീ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, അതൊക്കെ അഭിനയമാണെങ്കിൽ നല്ലതിനാണെന്ന് ഞാൻ പറയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി.
ഇനി നേർക്ക് നേരെ നിന്ന് അവരെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും കഴിയില്ല എന്നും അതുകൊണ്ട് ഞാനും മാറിയെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നിട്ട് ഒരവസരം വന്നാൽ ഇപ്പോൾ ചെയ്തതിന് എല്ലാത്തിനും ചേർത്ത് ഞാൻ അവരോട് പ്രതികാരം ചെയ്യുമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും വാമനും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. ജയിലിന് പുറത്ത് അവരെ സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മാർക്കോയും ലോപ്പസുമാണ്. അത് വേറൊന്നിനുമല്ല, കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വടക കൊലയാളിയായ പരമനെ ഉണ്ണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് വാമനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാമനും പ്രതാപനെയും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് സ്വീകരിക്കുകയാണ് മാർക്കോയും ലോപ്പസും കൂടി. അങ്ങനെ എത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയിട്ടും വീണ്ടും കണ്ണീർ നാടകവുമായിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയും ഒരവസരം കിട്ടിയാൽ തീർക്കുക എന്ന ലക്ഷ്യവുമായിട്ട് എത്തിയിരിക്കുന്ന കരുണയ്ക്ക് അവസാനത്തെ തിരിച്ചടി കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്